ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. കാണാൻ നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 എഗ്ഗ് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്ലോ ആയിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇനി നല്ല ക്രീമായി കിട്ടുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഐസിങ് ഷുഗറാണ്. അപ്പോൾ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഷുഗർ കുറച്ച് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ. എങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഷുഗർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് മുകൾ വശം ഒട്ടിയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൈ വെച്ച് കണ്ട് ലെയർ കട്ട് ചെയ്യുമ്പോഴൊക്കെ കൈമേൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1 kgയുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് ഓവർ മിക്സിങ് ആയിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ആ സൺഫ്ലവർ ഓയിൽ എല്ലാ ഭാഗത്തും ആകും വിധം. ഇപ്പോൾ നല്ല ക്രീം രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നതിൻ്റെ അളവൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ മിസ് ചെയ്യാതെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കുറച്ചായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മിൽക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ 2 എഗ്ഗിൽ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് മോഡലാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റ് വന്ന് 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി അത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കേക്ക് ടേബിളിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രീം എല്ലാ ഭാഗത്തും ആകും ഇത് നല്ലതുപോലെ ഒന്ന് കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടില്ല ചോക്ലേറ്റും ചെറീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേ ലെവലായി നിൽക്കണം കേട്ടോ. നമ്മൾ ക്രീം വെച്ച് കൊടുക്കുമ്പോൾ പൊന്തിയിട്ടും താന്നിട്ടും ആയി നിൽക്കരുത്.
അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവലായിട്ട് കിട്ടില്ല കേട്ടോ. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ആയി നിൽക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും ചെറീസും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തേർഡ് ലെയറും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അത്യാവശ്യം നല്ലതുപോലെ ക്രീം ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ക്രീം ആകുന്ന വിധത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കാം. അതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് നല്ല കട്ടിക്ക് തന്നെ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ലെവലിൽ കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ കട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കണം. കറക്റ്റ് ലെവലായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇത്. ഇപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. എങ്കിലേ നമ്മുടെ ചോക്ലേറ്റ് അവിടെ പിടിച്ചിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ചോക്ലേറ്റ് എങ്ങനെ ഗ്രേറ്റ് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണുക. ഇതുപോലെയാണ് കേട്ടോ ചോക്ലേറ്റ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എല്ലാ വശത്തും ചോക്ലേറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡിസൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ കുറച്ച് റോസ് ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ക്രീം കുറച്ചൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ റോസ് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റോസ് കളർ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്മേൽ നമുക്ക് കുറച്ച് ലീഫും കൂടി വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ലീഫും വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്മേൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സും സിഗരറ്റ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പേര് എഴുതി കൊടുത്തത് ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു.
അപ്പോൾ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.